beautiful people, my name is Nashwa and welcome back to my channel. Welcome to yet another Mindra haul video. എൻ്റെ ഫേവറേറ്റ് ആണ് മിന്ത്ര ഹോൾസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് നല്ല അടിപൊളി ക്വാളിറ്റിയിലാണല്ലോ പ്രോഡക്റ്റ്സ് വരിക. അപ്പം തന്നെ നമുക്കൊരു എന്താ പറയുക ഇൻട്രസ്റ്റ് വരും, ആ വീഡിയോ ഷൂട്ട് ചെയ്യണം, നിങ്ങൾക്ക് കാണിച്ചു തരണം, റിവ്യൂ പറയണം എന്നൊക്കെ. സോ അങ്ങനെ ഒരു വീഡിയോ ആണിത്. അത്യാവശ്യം എനിക്കൊന്ന് 5 to 6 ഡ്രസ്സസ് ഞാൻ കാണിച്ചിരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം നല്ല ഗുഡ് ക്വാളിറ്റിയിൽ below 1000 വന്നിട്ടുള്ളത്. സോ ഐ ഹോപ്പ് all of you will enjoy today's video. So without further ado, let's get started. Let's start with my favorite, this hot pink ട്യൂണിക് അല്ലെങ്കിൽ കുർത്ത എന്തോ വടവർ ടോപ്പ് എന്ന് പറയാം. അപ്പം ഇത് ഞാൻ ചൂസ് ചെയ്ത് സൈസിൽ എനിക്ക് പാളിപ്പോയി. ഞാൻ എക്സൽ എടുത്തുപോയി. എക്സൽ എടുക്കേണ്ട ആവശ്യമില്ലെന്നോ, അതുകൊണ്ട് എനിക്ക് കുറച്ചധികം ലൂസായി നിൽക്കുന്ന പോലെ തോന്നി. ലാർജ് മതിയാവുമായിരുന്നു. എനിക്ക് ലൂസാണ് ഇഷ്ടം, പക്ഷേ ഇത് കുറച്ചധികം ലൂസായിപ്പോയി. ലാർജ് ആണെങ്കിൽ എനിക്ക് കറക്റ്റ് ലൂസായിട്ടായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ആ കാര്യം വെച്ചാൽ ഐ ലവ് ദിസ് ടോപ്പ്. അപ്പോൾ ഇത് ആകൃതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. ഇതിലിങ്ങനെ ത്രെഡ് വർക്കോ എന്താ അങ്ങനത്തെ ഒരു ഡീറ്റെയിൽ ആണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്താ പറയുക, നിങ്ങൾക്ക് ഇതിട്ട് കഴിഞ്ഞാൽ കോംപ്ലിമെൻറ്റ്സ് ഉറപ്പാണ്. ഇത് നിങ്ങൾക്ക് ബ്ലൂ ജീൻസിൻ്റെ കൂടെ, വൈറ്റ് ട്രൗസേഴ്സിൻ്റെ കൂടെ, സ്കിന്നി ഫിറ്റിൻ്റെ കൂടെ, മോം ഫിറ്റിൻ്റെ കൂടെ, എന്ത് ടൈപ്പ് ഓഫ് ബോട്ടമിൻ്റെ കൂടെയും യു ക്യാൻ വെയർ ഇറ്റ്. denim skirt, normal skirt, satin skirt, you name it, you can pair it with all of those. അപ്പം അതാണ് ഈ ഒരു ടോപ്പ് പേഴ്സണൽ ഫേവറേറ്റ്. ഇത് കളർ ഫെയ്ഡ് ആവുമെന്ന് എനിക്കറിയില്ല, കണ്ടിട്ട് തോന്നുന്നില്ല. ക്വാളിറ്റി അത്യാവശ്യം നല്ലതുണ്ട്. നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ, പ്യോർ കോട്ടൺ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇടുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ടോപ്പാണ്. അപ്പം എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള ക്ലിപ്പ് ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഡു ട്രൈ ഇറ്റ് ഔട്ട്. ഇതിൻ്റെ ലിങ്ക് വിൽ ബി ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. സിൻസ് വി ആർ ടോക്കിംഗ് അബൌട്ട് കളേഴ്സ്, അടുത്തൊരു ടോപ്പും അതേപോലെ തന്നെയാണ്. ഫുൾ കളർഫുൾ ആയിട്ടുള്ളൊരു കാഷ്വൽ വെയർ ടോപ്പാണ്. ഇത് ഞാൻ ലാർജ് ആണ് ചൂസ് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് ലൂസൊന്നുമില്ല. പിന്നെ ഹിയർ ആൻഡ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഇതാണ് കേട്ടോ. ഇതൊരു ക്രഷ് മെറ്റീരിയലിലാണ് വരുന്നത്. സ്ലീവ്സ് ഒരു 3/4 സ്ലീവ്സിൽ കംപ്ലീറ്റ്ലി ബട്ടൺ ഡൗൺ, കംപ്ലീറ്റ്ലി ബട്ടൺ ഡൗൺ ഇല്ല. ഈ ഒരു പോർഷൻ വരെ മാത്രം ബട്ടൺ ഡൗൺ, ഇങ്ങനത്തെ കോളറൊക്കെ ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ കളർഫുൾ വൈബ് വരുന്നൊരു ഡ്രസ്സ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്കൊരു നീ ലെങ്ത് ആയിട്ടാണ് വരുന്നത്. പിന്നെ സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് സ്ലിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ബ്ലൂ മോം ജീൻസിൻ്റെ കൂടെയാണ് പെയർ ചെയ്തിട്ടുണ്ടായത്. ആ ജീൻസ് ഇടുമ്പോൾ എപ്പോഴും എന്നോട് ചോദിക്കും എവിടെ നിന്നാണ്. അത് എനിക്കൊന്നൊരു 2 or 3 years ഓൾഡ് ആയിട്ടുള്ളൊരു ജീൻസാണ്. അത് ഞാൻ H&M എന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് കുറേ മുന്നേ വാങ്ങിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ നെക്സ്റ്റ് ഐറ്റം. ഇത് ഞാൻ ഇട്ടിട്ടുള്ള ക്ലിപ്പ് ഇവിടെ കാണിച്ചിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചാൽ യെല്ലോ ഇടണ്ടായിരുന്നു ഹിജാബ് എന്ന്. പക്ഷെ പിന്നെ എനിക്ക് മാറ്റിയിട്ട് ഇടാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ അതിലിടുന്ന ബാഗ് ഓൾമോസ്റ്റ് എൻ്റെ ഇപ്പം ഈ നാട്ടിലുള്ള എല്ലാത്തിൻ്റെ കൂടി നിങ്ങൾ കാണും. ബിക്കോസ് ഞാൻ ആ ഒരു ബാഗാണ് കാര്യമായിട്ട് കൊണ്ടുവന്നത്, എല്ലാത്തിനൂടെ മാച്ച് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. സോ പ്ലീസ് ഡോണ്ട് ഗെറ്റ് ബോർഡ് ഓഫ് ഇറ്റ്. ഓക്കെ, ആ ബാഗും ഐ തിങ്ക് 2 or 2.5 years ഓൾഡ് ബാഗാണ്. ബട്ട് ഐ ലവ് ദ ബാഗ്. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് ഐറ്റം. നെക്സ്റ്റ് അഗെയിൻ ഒരു കുർത്തയാണ്. ഇതാണ് സംഭവം. ഇത് സെയിം ഞാൻ ഫസ്റ്റ് കാണിച്ച സെയിം ബ്രാൻഡിനാണ്, ആകൃതി വന്നിട്ട്. എക്സൽ ആണ് സൈസ് വന്നത്. ഇതിൻ്റെ കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പേസ്റ്റൽ കളേഴ്സ് കാണുമ്പോൾ തന്നെ ഒരു പീസ്ഫുൾ ആയിട്ട് തോന്നുന്ന ഒരു ഡ്രസ്സാണ്. കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് എൻ്റെ പ്രിന്റ് വരുന്നത്. ഓൾമോസ്റ്റ് ഫുൾ സ്ലീവ്സ് തന്നെ വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു റയോൺ അല്ല, ഒരു കംഫർട്ടബിൾ മെറ്റീരിയലാണ്. അത്ര നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. സീ ത്രൂ ഒന്നും അല്ല. ഇതൊക്കെ എനിക്ക് തൈ ലെങ്ത് ആണ് കേട്ടോ വരുന്നത്. ഭയങ്കര വീതിയുണ്ട്. എക്സൽ ആയതുകൊണ്ട് ലാർജ് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഒതുങ്ങി നിൽക്കുമായിരുന്നു എന്ന് ഞാൻ ഇപ്പം ഇങ്ങനെ ആലോചിക്കുന്നത്. ബട്ട് ഫൈൻ അല്ല, ബട്ട് സീനില്ല. ഇത് നിങ്ങൾക്ക് അഗെയിൻ ഓഫ് വൈറ്റ് പാൻസിൻ്റെ കൂടെ, ജീൻസിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ നിങ്ങൾക്ക് മാച്ചാക്കി ഇടാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് ഈ ഉള്ള കളേഴ്സ് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ദിസ് ഇസ് ദ ബാക്ക്, ദിസ് ഇസ് ദ ഫ്രണ്ട്. ഇങ്ങനെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. അത്യാവശ്യം ബട്ടൺ ഇവിടെ വരെ ഡൗൺ പോകുന്നുണ്ട്, താഴെ വരെ ഇല്ല, ഇത്ര വരെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ നെക്സ്റ്റ്. പിന്നെയും കാണിക്കാൻ പോകുന്നത് അഗെയിൻ ഒരു കുർത്തയാണ്. ഇത് പക്ഷേ ഒരു മിഡി സൈസ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കൊരു കാഫ് ലെങ്ത് ഏകദേശം ബിലോ നീ ലെങ്ത് വരുന്നൊരു കുർത്തയാണ്. അപ്പോൾ ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു സമാധാനമുള്ള കളർ, ഒരു ലാവൻഡർ അങ്ങനത്തെ ഒരു കളറ്. എന്നിട്ട് ഇതും അതെ ഫുൾ സ്ലീവ്സ് ആണ് ഓൾമോസ്റ്റ്. ഇത് ഞാൻ മീഡിയമാണ് ചൂസ് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് ഓവർ ലൂസ് ഒന്നുമില്ല, കറക്റ്റ് ലൂസ് ആയിട്ടാണ് വന്നത്. യൂഷ്വലി ഞാൻ മീഡിയമാണ് ചൂസ് ചെയ്യല്.
പക്ഷേ ഇങ്ങനത്തെ ഷോർട്ട് കുർത്താസൊക്കെ വരുമ്പോൾ ഞാൻ വെറുതെ ഒന്ന് എക്സൽ എടുത്ത് ഓവറാക്കും. അതിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ മിന്ത്രയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കേട്ടോ. മീഷോയിലൊക്കെ ആകുമ്പോൾ എക്സൽ ആണെങ്കിലേ നമ്മൾ ഒരു മീഡിയമിൻ്റെ ലൂസെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലും നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. ഇട്ട് കഴിഞ്ഞിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒരു വൈറ്റ് സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ കൂടെ ഒന്നും ഇട്ട് ആ പാൻറ്റ് ഞാൻ വെസ്റ്റ് സൈഡിലാണ് വാങ്ങിച്ചത്. പിന്നെ എൻ്റെ പഴയ ഒരു ഹിജാബാണ്. ആ ഹിജാബ് ഇങ്ങനത്തെ കളേഴ്സ് വരുമ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പം ആ ഒരു ഹിജാബിൻ്റെ കൂടെ ഇട്ടിട്ടുള്ള ക്ലിപ്പ് നിങ്ങളിവിടെ സൈഡിൽ കാണാം. സോ ഇതാണ്. ഇത് അത്ര സീത്രൂ ഒന്നുമല്ല. ഞാനാണെങ്കിൽ ഇടേണ്ടി വരും. ബിക്കോസ് എന്താ അറിയോ, ഇവിടെ ഈ ഒരു ഇത് കണ്ടോ, അത് അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും ഇടാണ്ട് ഇതിടാൻ പറ്റില്ല. ഓക്കെ. അപ്പം ഇത് സംസ്കൃതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൽ നിന്നാണ്. അപ്പം ഇതിൻ്റെ എന്താ പറയുക, സ്ലിറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഇട്ടിച്ചുള്ള ക്ലിപ്പ് ഇവിടെ സൈഡിലുണ്ടാവും. നമ്മൾ കാണിക്കാൻ പോകുന്ന ഓൾ അബൌട്ട് യു എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ എന്താ പറയുക ഒരു കഫ്താൻ ഡ്രസ്സാണ്. ഒരു നല്ല അത്യാവശ്യം ലെങ്ത്തിൽ പോകുന്നൊരു ഡ്രസ്സാണ്. എനിക്ക് ആങ്കിൾ ലെങ്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനൂടെ ശരിക്കും ഒരു ഹീൽസ് ഇട്ടാൽ കുറച്ചുകൂടി അടിപൊളിയായിരുന്നു. അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സാധനങ്ങൾ അവിടെയും ഇവിടെയാണുള്ളത്. അപ്പം ഇവിടെ എൻ്റെ ബ്ലാക്ക് ഹീൽസ് ഒന്നുമില്ല. പിന്നെ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരൽ ഭയങ്കര മണ്ടത്തരമായി പോകും. ബിക്കോസ് ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് സ്പേസ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പം ഞാൻ സാധാരണ എൻ്റെ അടുത്തുള്ളൊരു ബ്ലാക്ക് ചെരുപ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. ഇത് ലാർജിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ലൂസായിട്ട് കിടക്കുന്ന ഒരു മോഡൽ തന്നെ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് ഡീറ്റെയിൽ ഉണ്ട്. വെറുതെ ഒരു രസത്തിന് ഒന്നൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതെൻ്റെ ബാക്കിലും വരുന്നുണ്ട്. യെസ്, ബാക്കിലും വരുന്നുണ്ട്. പിന്നെ ലൂസ് ഇങ്ങനത്തെ കുറച്ച് ഇത്രയുള്ള സ്ലീവാണ്. പക്ഷെ ഒരു ലൂസ് ടൈപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അറ്റത്ത് ഒരു സൈഡിലായിട്ടാണ്, രണ്ട് സൈഡിലും സ്ലിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഒരു റയോൺ, വിസ്കോസ് റയോൺ അങ്ങനത്തെ ഒരു മെറ്റീരിയലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അഗെയിൻ കംഫർട്ടബിൾ. ഇത് എനിക്കൊന്ന് നമ്മൾ ഉള്ളിൽ ഇന്നർ ഇട്ടിട്ടാണ് ഞാൻ ഇട്ടത്. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാം. ഓക്കെ. പക്ഷേ ഐ റെക്കമെൻഡ് ഒരു ഹീൽസ്, ബ്ലാക്ക് ഹീൽസിൻ്റെ കൂടെ കിട്ടാൻ അടിപൊളിയായിട്ടുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാനാ, എൻ്റെ കയ്യിൽ ഇല്ലാണ്ടായിപ്പോയി. അപ്പം ഇതാണ് നമ്മളെ ലാസ്റ്റത്തെ ഐറ്റം. എല്ലാത്തിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പോൾ സീ യു സൂൺ. ബൈ ദ വേ, ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് കാണുന്നുണ്ടോ, ഇങ്ങനെ എംബ്രോയിഡറി ഒക്കെ ആയിട്ടുള്ളൊരു ഷർട്ട് ആണ് കേട്ടോ. ഒരു ഷർട്ട്, കറക്റ്റ് ഷർട്ട്, ഓപ്പോസിറ്റുള്ള ഷർട്ട്. ഓക്കെ. അപ്പോൾ ഇത് എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ചതാണ്. അവർ തന്നെ എംബ്രോയിഡറി ചെയ്തിട്ട് അയച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇനി നിങ്ങളതിൽ ഏതെങ്കിലും ഒരു പ്ലെയിൻ ആയിട്ട് എടുക്കുന്ന ടോപ്പോ പാൻറ്റോ ജീൻസോ ബാഗോ എന്തെങ്കിലും എംബ്രോയിഡറി ചെയ്യണം, തൊപ്പിയോ എന്തിലും വേണമെങ്കിലും അവർ ചെയ്തു തരും. സോ പേജിൻ്റെ നെയിം അറിയണമെങ്കിൽ ടു കോമെൻറ്റ് ഡൗൺ. അവർ തന്നെ അവരെ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സീ യു സൂൺ. അൻറ്റിൽ ദെൻ ബൈ.